ചാരിറ്റിയുടെ മറവില് തട്ടിപ്പ് നടത്തുന്ന ഇവന്മാരെ ഇനി വെച്ചേക്കരുത്. പുഴുത്തു ചാവെന്ന് പറഞ്ഞ പുഴുത്തു ചാവ് നിങ്ങൾ കേട്ടോ. ഇതൊരു കൊള്ള സംഘമാണ്. ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് വെളിപ്പെടുത്താൻ പോകുന്നത്. അതായത് ഇന്ന് ഇൻസ്റ്റാഗ്രാം കണ്ട ഒരു പോസ്റ്റ്, ലൈഫ് കെയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജ് നിങ്ങളൊന്ന് നോക്കി, ഇതിൽ കാണുന്ന വീഡിയോസ് ഒന്ന് നോക്കി. ഫുൾ ആയിട്ട് ചാരിറ്റി, അതായത് അസുഖമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ആളുകളുടെ വീഡിയോസ് ആണ്. ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് 8 ലക്ഷത്തോളം വ്യൂവേഴ്സ് ഉണ്ട്, 5 ലക്ഷത്തോളം വ്യൂവേഴ്സ് ഉണ്ട്, 3 ലക്ഷത്തോളം വ്യൂവേഴ്സ് ഉണ്ട്. കുറെ ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്, കുറെ ആളുകൾ പണം അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പണത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ട് വെച്ചിട്ട് കേരളത്തിൽ നിന്നും സംഖ്യകൾ അടിച്ചു മാറ്റുന്ന തട്ടിപ്പ് സംഘത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം. എങ്ങനെയാണ് തട്ടിപ്പ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലൈഫ് കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ്, 18,000 ഫോളോവേഴ്സ് ഉള്ള ഈ ഒരു പേജ് വഴി ഇവർ ഫിറോസ് കുന്നുംപറമ്പിനെ പോലെയുള്ള ചാരിറ്റി പ്രവർത്തകർ നടത്തുന്ന വീഡിയോസ്, അതായത് രോഗികളുടെ വീഡിയോസ് എടുത്തിട്ട് ഇവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിലുള്ള ബാങ്ക് അക്കൗണ്ടും QR കോഡും അവരുടേതായിട്ട് മാറ്റിയെടുത്തതിന് ശേഷം ആ ഒരു അക്കൗണ്ട് വഴി അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ തട്ടുന്ന സംഘത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ കേൾക്കണം. ഇവർക്കുള്ള പണി എങ്ങനെ കൊടുക്കാം എന്നുള്ള ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് വരെ ഭീഷണി വരാൻ സാധ്യതയുണ്ട്. ഇതൊരു സംഘമാണ് എന്നുള്ളതിന്റെ എല്ലാ തെളിവും ഞാൻ ഇതിലൂടെ വീഡിയോ ഒന്നും കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം എന്ന് പറയാൻ കാരണം, ഇത് ഇവിടെ നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ കുറെ രോഗികൾക്കും പാവപ്പെട്ട ആളുകൾക്കും ഇന്ന് നമ്മളടങ്ങുന്ന ഈ ഒരു സമൂഹം കൊടുക്കുന്ന ഈ ഒരു സഹായം ഇല്ലാതാവുകയും അതുപോലെ തന്നെ അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലും ആണ് ഇന്ന് ഇവരുടെ ഈ ഒരു തട്ടിപ്പ് നടത്തുന്നത് കേട്ടോ. കാരണം ഞാൻ ഉദാഹരണമായിട്ട് ഈ ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ ഒരു പേജിൽ വന്നിരിക്കുന്ന ഫിറോസ് കുന്നുംപറമ്പിന്റെ ഒരു വീഡിയോ ആണ്. ഇവിടെ അടുത്ത് കീഴ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. രോഗം സംബന്ധിച്ച് ഫിറോസ് കുന്നുംപറമ്പിൽ ചെയ്തിരിക്കുന്ന സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിട്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. കൃത്യമായിട്ട് നിങ്ങൾ കണ്ടു നോക്കൂ. അതിന്റെ ഇവിടെ താഴെ കണ്ടോ, ബാങ്ക് അക്കൗണ്ട്, ഗൂഗിൾ പേ നമ്പർ, ഗൂഗിൾ പേന്റെ QR കോഡ്, അതേപോലെ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ സാധനം ഇവരുടെ പേജിലേക്ക് ഇവർ മാറ്റിയിട്ട് പോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇതേ സെയിം വീഡിയോ ആണ് ഈ കാണുന്നത്. പക്ഷേ ഇവിടെ ഇവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കട്ട് ചെയ്ത് വിട്ട് അവരുടെ QR കോഡ്, ആ QR കോഡിൽ കാണിക്കുന്ന പേര് നോക്കി അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും അവർ മാറ്റിവെച്ച്, ഈ ഫോൺ നമ്പർ മാറ്റിവെച്ച് മുകളിലുള്ള സഹായിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള മഞ്ഞയിലുള്ള ഈ ഒരു എഴുത്ത് മാത്രം വെച്ച് ബാക്കിയുള്ളതൊക്കെ മാറ്റി ബാങ്ക് അക്കൗണ്ട്, IFSC കോഡ്, QR കോഡ് ഇതെല്ലാം മാറ്റിയിട്ട് അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്ക് വരുത്തുന്ന രീതിയിൽ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി കേരളത്തിലെ ആളുകൾക്ക് തന്നെ ഈ ഒരു വീഡിയോ അവർ അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്നുള്ള പൈസ തട്ടുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു സംഭവം എന്താ അല്ലേ? ഇത് പച്ചക്ക് പറയുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നവർ പുഴുത്ത് ചാകും എന്ന് പറയുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എത്രത്തോളം നാറിയ പണിയാണ് അവർ എടുക്കുന്നത് നോക്കിങ്ങള്. പാവപ്പെട്ട രോഗികൾക്കും വേണ്ടി ചികിത്സക്ക് പാവപ്പെട്ട ആളുകൾ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്ത ആളുകൾ ഈ ഒരു QR കോഡ് വെച്ചിട്ട് എത്ര ആളുകൾ ഇതിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇതിപ്പോ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും അല്ലെങ്കിൽ ഇതിലൊക്കെ പോകുമ്പോൾ എത്രത്തോളം ഷെയർ പോകും. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പേഴ്സണലായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഗ്രൂപ്പുകളായിട്ടും എത്ര ഷെയറുകളും ആർക്കാണ് ഇത് ചെക്ക് ചെയ്യാൻ കഴിയുക. ഇവരുടെ അക്കൗണ്ട് നമ്പറിലൊക്കെ പേരുകളൊക്കെ നോക്കണം നിങ്ങൾ. ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള പേര്. ഇതേപോലെ നിരവധി വീഡിയോകളാണ് ഇവിടെ ഇതിന്റെ അടിയിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതിലെല്ലാം വ്യത്യസ്തമായ പേരിൽ ഏതോ ഫേക്ക് അക്കൗണ്ടിലേക്ക് പൈസ അയക്കുക, ആ പൈസ തട്ടിപ്പ് നടത്തുക. ചില ആളുകൾക്കൊക്കെ അത് മനസ്സിലായിട്ട് അതിന്റെ അടിയിൽ കമന്റ് ഉണ്ട്. ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പൊ നിങ്ങൾ കമന്റിൽ കാണുന്നത് പോലെ തന്നെ മാഷാ അല്ലാ പടച്ചോരെ ആ സഹായിക്കടേ റബ്ബേ എന്നൊക്കെ പറഞ്ഞിട്ട് ദ്വാരിക്കുന്നതും കാണാം. കുറെ ആൾക്കാർ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതും കാണാം. ഇതൊരു വൻ തട്ടിപ്പ് സംഘമാണ്. ഇതിന്റെ പങ്ക് ശരിക്കും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ആരാണ് ഇതിന്റെ ബാക്കിലുള്ളത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ആരായാലും ശരി ഇത് നിർത്തലാക്കണം, നിർത്തിപ്പിക്കണം. ഇതൊരു ഏത് പൈസയും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇതിന്റെ ബാക്കിലുള്ള കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുക്കുക, അതിനുശേഷം ഈ ഒരു അക്കൗണ്ട് സെർച്ച് ചെയ്യുക. ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അടിയിലുണ്ടാവും റിപ്പോർട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം സ്പാം, അതേപോലെ തന്നെ സ്കാം എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് റിപ്പോർട്ട് വന്നാൽ ആ സാധനം ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ആയിട്ട് അൺഇൻസ്റ്റാൾ ആയി പോയിട്ടോ അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോയോ ഇൻസ്റ്റാഗ്രാം സ്റ്റോപ്പ് ചെയ്യിക്കുകയാണ്. ഇതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യണേ, നിർബന്ധമായിട്ട് ചെയ്യണേ. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള തട്ടിപ്പുകാർക്ക് നമ്മുടെ പൈസ ആൾക്കാർ പുണ്യം വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ രോഗം മാറാൻ വേണ്ടി സഹായിക്കുന്ന പൈസയാണ് അവരെടുക്കുന്നത് കേട്ടോ. ഇതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ എന്ത് നടപടി വന്നാലും ശരി ഞാനത് നേരിടാൻ തയ്യാറാണ്. ഇത് നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടോ എന്തോ ചെയ്തുകൊള്ളി.
കാരണം ഇതൊരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റുന്ന സംഗതിയല്ല കേട്ടോ. ഫിറോസ് കുന്നുംപറമ്പിനെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകർ എന്തോ ആവട്ടെ, എത്രയോ വിവാദം ആയിക്കോട്ടെ, എത്രയോ രോഗികൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് സഹായവുമായിട്ട് വീഡിയോ ചെയ്തിട്ട് നമ്മളടങ്ങുന്ന ആളുകളെല്ലാവരും പൈസ ചെയ്തു കൊടുത്തിട്ട്, അത് പ്രവാസികളായിട്ടുള്ള പലരും പൈസ കൊടുത്തിട്ടും സാധാരണക്കാരെ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ആളുകൾ വരെ അതിലേക്ക് പൈസ ഇട്ട് കൊടുത്തിട്ടാണ് ഓരോരുത്തരും സഹായിക്കുന്നത് കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ രോഗങ്ങളിൽ നിന്നൊക്കെ കുറെ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്ന ഇതേപോലെയുള്ള വ്യാജമായിട്ടുള്ള ഇതേപോലുള്ള തട്ടിപ്പ് സംഘത്തെ നമ്മളെ എല്ലാവരും ഒരുമിച്ച് തോന്നുന്നുണ്ട് തകർക്കണം, അതിനെതിരെ പോരാടണം. ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ആളിലേക്ക് എത്തിച്ചിട്ട് ഈ ഒരു തട്ടിപ്പ് സംഘത്തെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അധികാരികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള കാര്യത്തെ നിങ്ങൾ സ്വയം കേസ് എടുത്തിട്ട് അന്വേഷിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പബ്ലിക്കിലിട്ടിട്ട് അതിന്റെ ശിക്ഷയിലേക്ക് എത്തിപ്പിച്ച് അവരുടെ ജയിലിൽ അടക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള കേട്ടോ.